Hi everyone, welcome to my new video. My name is Serafina. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്, എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് കയറി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലൊന്നും അല്ല, വെറുതെ ഞാൻ തുടങ്ങിയതായിരുന്നു 2-3 വർഷം മുന്നേ. പിന്നീട് ഞാൻ ഈ അടുത്ത സമയത്ത് വളരെ റീസെൻ്റ് ആയിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിലും പരിചയത്തിലുള്ള പലരും യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കും തോന്നിയത് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. അങ്ങനെ ഞാനും ഒരു ചാനലൊക്കെ, എൻ്റെ പഴയ ചാനലൊക്കെ പൊടി തട്ടിയെടുത്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഏപ്രിൽ മുതലാണ്. ഏപ്രിൽ എന്നും പറയാൻ പറ്റത്തില്ല, മാർച്ച് ലാസ്റ്റ് വീക്ക്, മാർച്ചിലെ 28, 29 ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിലെ കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക മാത്രമായിരുന്നു ഈവൻ ആ ടൈമിൽ പോലും എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞത്, യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, മോണിറ്റൈസേഷനെ പറ്റിയൊക്കെ അറിയാമോ, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ട്, യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കിടപ്പുണ്ടല്ലോ, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ക്രൈറ്റീരിയ, നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവേഴ്സും വേണം, അത്രയും നമ്മൾ കംപ്ലീറ്റ് ആവണം. അപ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇൻകം കിട്ടുന്ന കാര്യമുണ്ടല്ലോ, അത് ഈ പറഞ്ഞതുപോലെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്ന വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ നേരം വരെ നമുക്ക് കിട്ടിയ വ്യൂസ് ഒന്നും അന്നേരം ബാധകമല്ല എന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ദെൻ എൻ്റെ നെക്സ്റ്റ് ഞാനിങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം എന്ന് വിചാരിച്ചു. ആദ്യം ഒന്നും അങ്ങനെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നൊന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായി തുടങ്ങി, ചെറിയ രീതിയിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. പക്ഷെ എന്നാലും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ വരാനാ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ആദ്യമൊക്കെ നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് പഠിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാനതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിച്ചു. അമ്മ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നു. പപ്പയും സപ്പോർട്ടുണ്ടായിരുന്നു, സപ്പോർട്ടിന് കുറവൊന്നുമില്ല. പക്ഷെ അമ്മ കൂടുതൽ അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് സഹായിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ അമ്മ എവിടെ ചെന്നാലും ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വേണം, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് ഒപ്പിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പം ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം എനിക്ക് അതിന് നല്ല വ്യൂസ് കിട്ടി. ഏകദേശം 1 മില്യണിന് മുകളിൽ എനിക്ക് ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് വന്നു. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അങ്ങനെ കിട്ടി. പിന്നെ ഒരു റീസൺ, ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുമ്പം ഞാനിങ്ങനെ സംസാരിക്കാൻ നേരം എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേരെ കൊണ്ട്. പിന്നുള്ള സംഭവം എന്ന് വെച്ചാൽ, ഏപ്രിലായിരുന്നു ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ വന്നത്. പള്ളിയിലെ പെരുന്നാളിൻ്റെ സമയത്ത് കുറേ പേരെ നമ്മൾ കാണുമല്ലോ, അങ്ങനെ ഞാൻ കുറേ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. സോ ഇതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ 2 രീതിയിലാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി എടുത്തത്. അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എന്നുള്ളതായിരുന്നു ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ഒന്നാമത്, എനിക്ക് പെട്ടെന്ന് ആ ഒരു വീഡിയോയ്ക്ക് പെട്ടെന്ന് വ്യൂസ് വന്നപ്പം അതിൽ നിന്നൊരു നല്ല നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പെട്ടെന്ന് കൂടി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ പേരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, വാട്സപ്പിലുള്ള കോണ്ടാക്ട്സിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. നമ്മളുടെ ചാനലിനെ ആൾക്കാർ വ്യൂവേഴ്സ് വന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മളുടെ ചാനലിന് കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളൊരു സമയത്ത് കൂടുതൽ ആൾക്കാരെ കൊണ്ട് എൻ്റെ ചാനൽ അവരുടെ ഫോണിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എടുത്ത എഫേർട്ടിനേക്കാളും കൂടുതൽ അമ്മയായിരുന്നു കൂടുതൽ അമ്മയുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് കയറി നല്ല റീച്ച് വന്നപ്പം എനിക്ക് അങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുമായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ എനിക്ക് 1000 ആവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40-45 അത്ര എന്തോ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, പിന്നെ അമ്മ ചെയ്യിപ്പിച്ചു, എല്ലാം കൂടി ഒരു 500 അതിന് താഴെ വന്നിട്ടുള്ളായിരുന്നു. പിന്നീടാണ് വീഡിയോ റീച്ച് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം 2 ദിവസം കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ക്വാളിറ്റി കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. എനിക്കിങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഇനിയും ഇത് വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്